അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കർത്തൃനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പുതിയൊരു മാസത്തിൽ കൂടെ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തിന് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 31 ദിനരാത്രങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചു, നമ്മെ ആശീർവദിച്ചു. 8-ാമത്തെ മാസം 1-ാം തീയതി പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. സ്വർഗത്തിലെ നേക്കും സ്ഥിരമായിരിക്കുന്ന, ഒരിക്കലും മാറ്റമില്ലാത്ത, അഴിഞ്ഞു പോകാത്ത, നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ള തിരുവെഴുത്തിലേക്ക് ഇന്ന് പകൽ നമുക്ക് പ്രവേശിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 4-ാം വാക്യം. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. അഭിവൃദ്ധിയിലേക്ക് പ്രവേശിക്കുക, മിതമായ അനുഭവങ്ങൾ മാറുക, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, ജയത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ നാളുകൾ ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്ന്. നാം പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അഭിവൃദ്ധിയുണ്ട്, അഭിവൃദ്ധിയുണ്ട്. എന്നാൽ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം 2024 8-ാമത്തെ മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ഇനി അഭിവൃദ്ധിയെക്കുറിച്ച് കേൾക്കുകയല്ല, അതിനെ പ്രാപിക്കുന്ന ദിനരാത്രങ്ങളിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു. ഈ പുതിയ മാസം സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി തന്ന് ആ അഭിവൃദ്ധി പ്രാപിച്ച് മുന്നേറുവാൻ, ജയത്തോടെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ കർത്താവേ, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മേഖലകളിലും ഇവർ അഭിവൃദ്ധി പ്രാപിച്ചെടുക്കട്ടെ. എല്ലാ ശൂന്യതകൾ മാറിപ്പോകട്ടെ, ഇല്ലായ്മകൾ അഴിഞ്ഞു മാറട്ടെ. ഐശ്വര്യമായി അനുഗ്രഹവും അഭിവൃദ്ധിയും ജയവും പ്രാപിച്ചെടുക്കാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും, ഏറെ കൃപ പകരും. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഇനി അഭിവൃദ്ധിയെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, ആ അഭിവൃദ്ധിയുടെ ആഴങ്ങളിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ.